എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ അടുത്തൊരു കേറ്റഡ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു കേറ്റഡ് നോട്ടിഫിക്കേഷൻ, ഒരു കേറ്റഡ് എക്സാമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കഴിഞ്ഞ കേറ്റഡിന് പരാജയപ്പെട്ട കുട്ടികൾ മൈൻഡൊക്കെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയെ കേറ്റഡ് എക്സാം എഴുതണോ, ഇതോടുകൂടി ഞാൻ നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കുട്ടികൾ മെസ്സേജ് അയക്കേണ്ടായിരുന്നു, വിളിക്കേണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും അങ്ങനെ നിരാശപ്പെടേണ്ടതില്ല. കാരണം ഒരു പരാജയം സംഭവിച്ചു എന്ന് കരുതി എപ്പോഴും ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഈ ഒരു പരാജയത്തിന്റെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അത് നികത്തി എവിടെയാണോ ആ ഒരു പിഴവ് സംഭവിച്ചിട്ടുള്ളത്, ആ കുറവ് സംഭവിച്ചിട്ടുള്ളത്, അത് നികത്തി മുന്നോട്ട് പോവുകയും അടുത്ത ഒരു കേറ്റഡ് എക്സാമിന് തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. അടുത്തൊരു കേറ്റഡ് എക്സാം വരുന്നതിനേക്കാൾ മുമ്പ്, ആ നോട്ടിഫിക്കേഷൻ വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കേറ്ററ്റിലെ സൈക്കോളജി എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. സൈക്കോളജി നമുക്കറിയാം, എല്ലാ കാറ്റഗറിയിലും സൈക്കോളജി ഉണ്ട് അല്ലേ. അപ്പോൾ ആ സൈക്കോളജി ചില ആളുകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ തിയറികളും ഒക്കെ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ടേംസ് ഒക്കെ ഓർത്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജി നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ കേറ്ററ്റിൻ്റെ എല്ലാ കാറ്റഗറികൾക്കും വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും ഒരു നോട്ടും വേണ്ട, ഒരു പേനയും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലാസ് കേട്ടാൽ തന്നെ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ കോഡ് കണക്ട് ചെയ്തുകൊണ്ട് ഇത് പഠിക്കാം. ഇന്റലിജൻസിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുദ്ധി. ഈ ഇന്റലിജൻസിൽ നമുക്ക് ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പല വിധത്തിലുള്ള ബുദ്ധി സിദ്ധാന്തങ്ങളുണ്ട്. ഈ ബുദ്ധി സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്, അതാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ആ സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ള ആരാണ് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ബുദ്ധി സിദ്ധാന്തങ്ങൾ കുറെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേരുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, മാറിപ്പോകാറുണ്ട്. പക്ഷെ നമുക്ക് ചെറിയൊരു കണക്ഷനൊക്കെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അതാ പറഞ്ഞത്, ഒരു നോട്ടും വേണ്ട, ഒന്നും വേണ്ട. ക്ലാസ് ഒരു തവണ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പോകാലോ? ഓക്കെ, അപ്പോൾ ഇന്റലിജൻസ് ബുദ്ധി സിദ്ധാന്തത്തിനെ കുറിച്ചാണ് പോകുന്നത്. ബുദ്ധി എന്താണ്, ആ സിദ്ധാന്തം എന്താണ്, അതൊന്നും അല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു മാർക്ക് നേടിത്തരുന്ന ടോപ്പിക് ആ ബുദ്ധി സിദ്ധാന്തത്തിന്റെ പേരും അതിന്റെ വക്താവും അത് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാലോ. ഒന്നാമത്തേത് ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇന്റലിജൻസ് കോഷ്യന്റ് അഥവാ IQ. എന്താണ് IQ? അതിന്റെ ഷോർട്ട് ഫോം ആണ് IQ കേട്ടോ, ഓർത്ത് വെക്കുക, IQ. അപ്പോൾ ഈ IQ എന്നുള്ള ആശയം അത് ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് വില്യം സ്റ്റേൺ ആണ്. എന്താണ്? വില്യം സ്റ്റേൺ ആണ്. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അപ്പോൾ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ IQ ആണെന്ന് മനസ്സിലായി. ആ IQ-ലെ Q നിങ്ങൾ എടുക്കുക, Q അല്ലേ. ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ, നമ്മൾ എവിടെ പോകുമ്പോൾ ഒരു ക്യൂ നിൽക്കുമല്ലോ. ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ സ്റ്റേൺ ആയിട്ട് നമ്മൾ നിൽക്കണം, നല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കണം. നിന്നില്ലെങ്കിൽ ചിലപ്പോൾ പിന്നിലുള്ള ആൾ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ക്യൂവിൽ നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കണം? വളരെ സ്റ്റേൺ ആയിട്ട്. ആരെങ്കിലും ഇടയിലേക്ക് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം അല്ലേ. അത് സ്റ്റേൺ ആയിട്ട് പറയണം. പറ്റില്ല, എന്റെ ടേൺ ആണെന്ന് പറയണം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓർക്കാം, IQ എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണ്. കിട്ടിയല്ലോ? ഇനി മറക്കില്ലല്ലോ. ഓക്കെ, then അടുത്തത് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇന്റലിജൻസ് ടെസ്റ്റ് ഇതാരാണ്? അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെറ്റ് ആണ് കേട്ടോ. ആൽഫ്രഡ് ബിനെറ്റ്. ആൽഫ്രഡ് ബിനെറ്റ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യും? ഒരു ടെസ്റ്റ് അല്ലേ, എക്സാം എന്നൊക്കെ പറയും നമ്മൾ. ടെസ്റ്റ് ആണ്. ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേറ്ററ്റ് ഒരു ടെസ്റ്റ് ആണ്, അങ്ങനെ ഓർത്ത് നോക്കുക. അതുപോലെ നെറ്റ്, സെറ്റ് ഉണ്ടോ, ഇതൊക്കെ ഒരു ടെസ്റ്റ് അല്ലേ, സെറ്റ്, നെറ്റ്. അപ്പൊ ഈ നെറ്റിനെ നമുക്ക് എടുത്തൂടെ? ഇപ്പോൾ ആൽഫ്രഡ് ബിനെറ്റ്, അവിടെ നെറ്റ് ഉണ്ട്. അപ്പൊ ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, ബിനെറ്റ്. ആ ബിനെറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ആൽഫ്രഡ് ബിനെറ്റ് ആണ്, ആൽഫ്രഡ് ബിനെറ്റ് ആണ് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓർത്തു വെച്ചു കേട്ടോ. അവസാനം ഞാൻ ഒന്നുകൂടെ ചോദ്യങ്ങൾ തരാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഒരു നോട്ടും ഇല്ലാതെ നിങ്ങൾക്ക് അതിനകത്തേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. then അടുത്ത നമ്മൾ പഠിക്കുന്നത് മൾട്ടി ഫാക്ടർ തിയറിയാണ്. മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറഞ്ഞാൽ ബഹുഘടക സിദ്ധാന്തം. ബഹുഘടക സിദ്ധാന്തം. ഓക്കെ, മലയാളം കൊടുത്തിട്ടുണ്ട്, ഓർത്ത് വെക്കുക. എൻ്റെ ഒരു അഭിപ്രായമാണ്, മലയാളം പഠിക്കുന്നവരുണ്ടാവും, പക്ഷെ ഇതിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നിങ്ങൾ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ. ഇപ്പോൾ ഏത് ഇതായിരുന്നാലും, ഇപ്പോൾ 1-നായിരുന്നാലും ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ. പിന്നെ 3-ക്കാണ് ഇംഗ്ലീഷിൽ മാത്രം വരുന്നത്. മറ്റുള്ള കാറ്റഗറിക്ക് 2, 4 ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ടേംസ് ഒക്കെ മാക്സിമം ഇംഗ്ലീഷിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ബഹുഘടക സിദ്ധാന്തം. ഇപ്പം നമ്മളിവിടെ
മൾട്ടി ഫാക്ടർ അല്ലേ? അപ്പൊ മൾട്ടി എന്ന് പറയുമ്പോൾ ഒരു ടി ഇല്ലേ അവിടെ? മൾട്ടി മൾട്ടി ഒന്ന് പറഞ്ഞു നോക്കിയേ. മൾട്ടി, ടി എന്ന് പറഞ്ഞാൽ ചായ എന്നല്ലേ അർത്ഥം? ആ ചായ എങ്ങനെ കുടിക്കുന്നത്? തൊണ്ടയിലൂടെ അല്ലേ? തൊണ്ട. ചായ കുടിക്കുന്നത് എങ്ങനെയാണ്? തൊണ്ടയിലൂടെ. കിട്ടിയില്ലേ? അപ്പൊ മൾട്ടി ഫാക്ടർ തിയറി തോണ്ടേക്ക് കണ്ടോ? മൾട്ടി ഫാക്ടർ തിയറി എന്ന് കൊണ്ടുവന്നുള്ളത് അഥവാ ബഹുഘടക സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? തോണ്ടേക്ക് ആണ്. ഇനി മാർക്കോ. അപ്പൊ മൾട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അപ്പം തന്നെ തോണ്ടേക്കിനെ ഓർക്കണം. കാരണം ഇതോട് സാമ്യമുള്ള വേറൊരു സിദ്ധാന്തം ഉണ്ട്. ഏതാണ്? നോക്കിക്കോ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നോക്കി, ഇവിടെ മൾട്ടി എന്ന് പറയുന്ന ഒരു ടി ഉണ്ട്, പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിളിനെ നമുക്കൊരു ആപ്പിൾ ആക്കി കൂടെ? ആപ്പിൾ, മൾട്ടിപ്പിൾ ആപ്പിൾ. ആപ്പിൾ എവിടെ ഉണ്ടാകുന്നത്? ഗാർഡനിൽ അല്ലെ? പൂന്തോട്ടത്തിലാണ് എന്ത് ആപ്പിൾ ഉണ്ടാകുന്നത്. അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആരുടേതാണ്? ഹവാർഡ് ഗാർഡനറുടേതാണ്, അഥവാ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ഓക്കെ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? ഹവാർഡ് ഗാർഡനറുടേതാണ്. അപ്പൊ മാറിപ്പോവില്ലല്ലോ. മൾട്ടി, ടീന്ന് കേൾക്കുമ്പോ എന്ത് ചെയ്യണം? തോണ്ടേക്കിനെ ഓർക്കണം. മൾട്ടിപ്പിൾ, ആപ്പിൾ ഓർക്കുമ്പോൾ ഗാർഡനറിനെ, ആപ്പിൾ എന്ന് പറയുമ്പോൾ ഗാർഡനറിനെ, ഹവാർഡ് ഗാർഡനറുടേതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് ഓർത്ത് വെക്കണം. അടുത്തത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി അഥവാ സംഘഘടക സിദ്ധാന്തം. ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുടേതാണ്? ഇവിടെ ഒരു ഗ്രൂപ്പ് അല്ലേ മക്കളെ? ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു സംഘം അല്ലെ? ഗ്രൂപ്പ് എന്ന് പറയണെങ്കിൽ കുറഞ്ഞതൊരു 10 ആളെങ്കിലും വേണം, ഒരു 10 ആളെങ്കിലും വേണം. എന്താണ്? 10 ആളെങ്കിലും വേണം, 10. അപ്പോ തേഴ്സ്റ്റൻ ഉണ്ടോ? നമ്മൾ കണക്ട് ചെയ്തു. തേഴ്സ്റ്റൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, സംഘം എന്ന് പറയണമെങ്കിൽ ഒരാൾ എന്ന് പറയുന്ന സംഘം എന്ന് പറയില്ല, രണ്ടാളെന്ന് പറയില്ല. നമ്മൾ എന്ത് വേണം? ഒരു 10 എങ്കിലും കുറച്ച് വേണം, കുറച്ച് ആളുകൾ വേണം. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പൊ ഗ്രൂപ്പ് ഫാക്ടർ തിയറി അഥവാ സംഘഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? തേഴ്സ്റ്റൻ ആണ് എന്ന് ഓർത്തു വെക്കുക. ദെൻ അടുത്തത് വൺ ഫാക്ടർ തിയറി. വൺ ഫാക്ടർ തിയറി അഥവാ ഏകഘടക സിദ്ധാന്തം. ഏകഘടക സിദ്ധാന്തത്തിന്റെ ആളാരാണ്? ഡോക്ടർ ജോൺസൺ ആണ് കേട്ടോ. ജോൺസൺ. അപ്പൊ വൺ സൺ ആണ് ഓർത്തു വെക്കുക. വൺ, ഏക മകൻ. നമ്മറിയില്ലേ? ഒറ്റ മോനാന്ന് പറയില്ല. ഇപ്പൊ വൺ സൺ അങ്ങനെ ഓർത്താൽ മതി. ഇപ്പൊ ഡോക്ടർ ജോൺസൺ ആണ് വൺ ഫാക്ടർ തിയറി. ആൽഫ്രഡ് ബിനെറ്റിന്റെ പേരും നിങ്ങൾ നോക്കുക. ആൽഫ്രഡ് ബിനെറ്റ്, അതുപോലെ ടെർമാൻ, അവരും ഈ ഒരു ഏകഘടക സിദ്ധാന്തത്തിന്റെ ആശയത്തിന്റെ ആളുകളാണ്. അത് ഓർത്തു വെക്കണം കേട്ടോ. ആൽഫ്രഡ് ബിനെറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഓർത്തു വെക്കുക. ഈ ആൽഫ്രഡ് ബിനെറ്റ് ആയിരുന്നാലും ടെർമാൻ ആയിരുന്നാലും വൺ ഫാക്ടർ തിയറിയുടെ ആ ഒരു ആശയത്തോട് യോജിപ്പുള്ള അല്ലെങ്കിൽ ആ ഒരു ആശയം ആവിഷ്കരിച്ചിട്ടുള്ള ആളുകളിൽപ്പെട്ടതാണ്. പക്ഷെ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോൺസൺ ആണെന്ന് ഓർത്തു വെക്കുക. ഇനിയിപ്പോ ഓപ്ഷനിൽ ആൽഫ്രഡ് ബിനെറ്റേ ഉള്ളൂ, ഇതൊന്നും ഇല്ല എങ്കിൽ അതാണ് നിങ്ങളെ ആൻസർ എഴുതി വെക്കേണ്ടത് വൺ ഫാക്ടർ തിയറിയുടെ. പക്ഷെ അതിന്റെ മെയിൻ ആളായിട്ട് ഡോക്ടർ ജോൺസൺ, സൺ വൺ സൺ അങ്ങനെ ഓർത്ത് വെക്കുക. ഒറ്റ മകനാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഏക ഘടക സിദ്ധാന്തം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ല, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഓപ്ഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടുന്നതായിരിക്കും. അടുത്ത് നോക്കിയേ, ടു ഫാക്ടർ തിയറി. ടു ഫാക്ടർ തിയറി അഥവാ ദ്വിഘടക സിദ്ധാന്തം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാണ്ട, കേട്ടിട്ട് ഏത് കാറ്റഗറി ആയിരുന്നാലും ചോദിക്കുന്നതാണ് ടു ഫാക്ടർ തിയറി. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഏത് കാറ്റഗറിക്കും ചോദ്യങ്ങൾ വരുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ കാറ്റഗറികൾക്കും വരുന്നതാണ് കേട്ടോ. നിങ്ങൾ നോക്കി വെക്കുക. അതേപോലെ തന്നെ എഡ്സ്പാർക്കിൽ കേറ്ററ്റിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്പിൽ ലെവൽ ടെസ്റ്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ എക്സാം എടുക്കുമ്പോൾ റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തെടുത്താക്കണം അല്ലെ? വർക്കൗട്ട് ചെയ്ത് ചോദ്യങ്ങളൊക്കെ കണ്ട് പഠിച്ചു വരണം. ഓക്കെ, അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കേറ്ററ്റിന്റെ കോച്ചിങ് ആണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങളും അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിനകത്തേക്ക് പോകാം. ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത് സ്പിയർമാൻ അല്ലെ? സ്പിയർമാൻ. അപ്പൊ നോക്കുക, സ്പാനർ ഉണ്ടാവില്ല നിങ്ങൾ? സ്പാനർ, രണ്ട് തലയുള്ള സ്പാനർ കണ്ടോ? രണ്ട് തലയുള്ള സ്പാനർ അങ്ങനെ ഓർത്ത് വെക്കുക. സ്പിയർമാൻ. അപ്പൊ രണ്ട് തലയുണ്ട്. അപ്പൊ എന്താണ്? ടു ഫാക്ടർ തിയറി അഥവാ ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടേതാണ്? സ്പിയർമാന്റേതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ ചില സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നുന്ന ആശയങ്ങൾ ഓർത്ത് വെക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ സ്റ്റോറീസ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെങ്കിലും കണക്ഷൻ കൊടുത്തൊക്കെ കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്താ തിയറികളൊന്നും നമുക്ക് എന്താവൂല, ബോറടിക്കില്ല. ഓക്കെ, ഇനി ത്രീ ഫാക്ടർ തിയറി. ത്രീ എന്ന എടുക്കാം. 3 കഴിഞ്ഞാൽ 3 4 ഉണ്ടോ? 4. 3 കഴിഞ്ഞാൽ 4. അപ്പൊ ത്രീ ഫാക്ടർ തിയറി ആരുടേതാണ്? ഗിൽഫോർഡിന്റേതാണ് കേട്ടോ. ഗിൽഫോർഡിന്റേതാണ് ത്രിമുഖ സിദ്ധാന്തം.
ത്രിമുഖ സിദ്ധാന്തം, SI മോഡൽ എന്ന് പറയും കേട്ടോ. SI മോഡൽ, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ച്വൽ അല്ലെങ്കിൽ SOI. ഓക്കെ, ഇതൊക്കെ 3 ഫാക്ടർ തിയറിയുടെ വേറെ പേരുകളാണ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ 3 കഴിഞ്ഞാൽ 4 അല്ലേ, അപ്പൊ ഗിൽഫോർഡ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഫോർഡ് അല്ലെ, ഫ്രോഡുകളെ എന്ത് ചെയ്യും? SI അറസ്റ്റ് ചെയ്യും. ഓർത്തു നോക്കുക, ഫ്രോഡുകളെ SI അറസ്റ്റ് ചെയ്യും. അപ്പൊ ചിലപ്പോ SI തിയറി അതിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചിട്ടില്ലല്ലോ എന്ന് കേൾക്കുക, ഇതിന്റെ വേറെ പേരാണ്. 3 ഫാക്ടർ തിയറിയുടെ വേറെ പേരാണ്, അത് ഗിൽഫോർഡ് ആണ്. ഇനി 3 ഫാക്ടർ തിയറി ത്രിമുഖ സിദ്ധാന്തം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ആരുടേതാണ്? ഗിൽഫോർഡിൻ്റെതാണ്. then അടുത്തത് ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി ആരുടേതാണ്? ഒരു ഇമോഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇമോഷനാണ് ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ, ഒരു ദുഃഖം വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഗോഡിനെ വിളിക്കും അല്ലെ, ദൈവത്തെ വിളിക്കും, ഗോഡിനെ. അങ്ങനെ ഓർത്ത് വെക്കുക, ഗോഡ്. അപ്പൊ എന്താണ്? ഗോൾമാൻ. ഇമോഷണൽ ഇന്റലിജൻസ് ആരുടേതാണ്? ഗോൾമാൻ. അഥവാ വൈകാരിക ബുദ്ധി ആരുടേതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾമാൻ്റെതാണ്. പിന്നെയോ ക്രിസ്റ്റലൈസ്ഡ് ഓർ ഫ്ലൂയിഡ് ഇന്റലിജൻസ് അഥവാ ദ്രവ ബുദ്ധി എന്ന് പറയാം. എന്താണ്? ക്രിസ്റ്റലൈസ്ഡ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്, റൈമൻ കാറ്റിൽ എന്ന് ഓർത്ത് നോക്കാം കേട്ടോ. റൈമൻ കാറ്റിലിൻ്റെതാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. കാറ്റിൽ നിന്നുള്ള കാറ്റ് ആക്കാം. കാറ്റ് ക്രൈ ചെയ്തപ്പോ, കരഞ്ഞപ്പോ എന്ത് ചെയ്തു? വായിന്ന് ഫ്ലൂയിഡ് വന്നു. അങ്ങനെ ഓർത്ത് നോക്കുക. കാറ്റ് ഉണ്ടോ? ക്രൈ, ഫ്ലൂയിഡ്. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ എന്താണ്? റൈമൻ കാറ്റിൻ്റെതാണ് ഖരബുദ്ധി അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഓർ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നതെന്ന് നമുക്ക് കിട്ടും. അടുത്തത് ട്രയാർക്കിക് തിയറി ആരുടേതാണ്? സ്റ്റേൺബർഗിൻ്റെതാണ്. അപ്പൊ ട്രയാർക്കിക്, ഇവിടെ കിക്കാകണമെങ്കിൽ, തലക്കൊക്കെ ഒരു കിക്ക് വന്നെങ്കിൽ എന്ത് ചെയ്യണം? ബാറിൽ പോകണമെന്ന് കണക്ട് ചെയ്യാം. ബർഗിനെ നമുക്ക് ബാറാക്കാം കേട്ടാ, ബർഗിനെ നമുക്ക് ബാറാക്കാം. അല്ലെങ്കിൽ ബർഗർ കുറെ തിന്ന് കിക്കായെന്നും അങ്ങനെയും എനിക്ക് പറയാം. ബർഗർ കുറെ തിന്നിട്ട് എന്ത് ചെയ്തു? കുറെ ബർഗർ കഴിച്ചിട്ടുണ്ടെങ്കിൽ കിക്കാവുമല്ലോ, അങ്ങനെ ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ കിക്കാകാൻ വേണ്ടി ബാറിലേക്ക് പോയി. അപ്പൊ ട്രയാർക്കിക് തിയറി ആരുടേതാണ്? ആരുടേതാണ്? സ്റ്റേൺബർഗിൻ്റെതാണെന്ന് ഓർത്ത് നോക്കുക കേട്ടോ. അപ്പൊ നേരത്തെ ഒരു സ്റ്റേണിനെ പഠിച്ചു, വില്യം സ്റ്റേൺ. മാറിപ്പോകരുത്, വില്യം സ്റ്റേണും ഉണ്ട്, സ്റ്റേൺബർഗും ഉണ്ട് കേട്ടോ. സ്റ്റേൺബർഗും ഉണ്ട്. ഐക്യുവിന്റെ വില്യം സ്റ്റേൺ, ഐക്യു എന്ന ആശയം കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണ്. ഇത് സ്റ്റേൺബർഗ് ആണ്. മാറിപ്പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർക്കാം, വില്ല് പോലെ സ്റ്റേൺ ആയി നിൽക്കണം. ക്യൂവിൽ നിൽക്കുമ്പോ വില്ല് പോലെ സ്റ്റേൺ ആയിട്ട് നിൽക്കണം. അപ്പൊ ഐക്യു എന്നുള്ളത് വില്യം സ്റ്റേണിന്റെയും ട്രയാർക്കിക് തിയറി എന്നുള്ളത് സ്റ്റേൺബർഗിന്റേതുമാണെന്ന് നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തു വെക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കണക്ഷനിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇത് ആരുടെയെങ്കിലൊക്കെ എന്തെങ്കിലും ചോദിക്കാറുണ്ട്. കാരണം ഈ ഇന്റലിജൻസ് സിദ്ധാന്തങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സിദ്ധാന്തം ആരുടേതാണ്, ആരാവിഷ്കരിച്ചതാണ് എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇന്റലിജൻസിന്റെ ഓരോ തിയറികളും വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു പോകണം. ഇതിനൊക്കെ എല്ലാ കാറ്റഗറികൾക്കും ചോദ്യം വരാറുള്ളതാണ്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ബുദ്ധി സിദ്ധാന്തങ്ങളും അതിന്റെ ആളുകളെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നോക്കാം. നോട്ടൊന്നും വേണ്ടാന്നല്ലേ പറഞ്ഞത്. അപ്പൊ റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കേ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? നിങ്ങൾ ആൻസർ പറയണം. നോട്ടൊന്നും വേണ്ടാണ്ട് അത് പറഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓക്കെ, ഓരോന്ന് ആലോചിച്ച് നോക്കുക. 2 ഫാക്ടർ അല്ലെ. അപ്പൊ 2 രണ്ട് തല എന്താ പറഞ്ഞത്? സ്പിയർമാൻ. അത് ശരിയാണ്. മൾട്ടി ഫാക്ടർ, ടി തൊണ്ടയിലൂടെ അല്ലെ. അപ്പൊ മൾട്ടി ഫാക്ടർ തൊണ്ടയ്ക്ക് ശരിയാണ്. ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഗോഡിനോട് പറയും. അപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് ഗോൾഡ്മാൻ ശരിയാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ആപ്പിൾ സ്റ്റേൺബർഗ് ആണോ? ആപ്പിൾ എവിടെ ഉണ്ടാകുന്നത്? ഗാർഡനിൽ അല്ലെ. അപ്പോ എന്ന് പറഞ്ഞ ഹവാർഡ് ഗാർഡനറുടേതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. സ്റ്റേൺബർഗിൻ്റെതല്ല, ഹവാർഡ് ഗാർഡനറുടേതാണ്. അപ്പൊ ഇവിടെ താഴെ പറയുന്ന തെറ്റായ ജോഡി വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയോ? ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. കിട്ടിയില്ലോ? ഓക്കെ, നോക്കാം. ഒരു ചോദ്യം കൂടെ നോക്കാം. ട്രയാർക്കി സിദ്ധാന്തം ആരുടേതാണ്? തോണ്ടേക്ക്, സ്റ്റേൺബർഗ്, സ്പിയർമാൻ, ആൽഫ്രഡ് ബിനെറ്റ്. ഏതാണ് ട്രയാർക്കി? കിക്ക് വേണമെങ്കിൽ എന്താണ് പറഞ്ഞത്? ബാറിൽ പോണം അല്ലേ, അല്ലെങ്കിൽ ബർഗർ കഴിക്കണം അല്ലേ. അപ്പൊ അവിടെ സ്റ്റേൺബർഗ് കണ്ടോ. സ്റ്റേൺബർഗിൻ്റെതാണ് ട്രയാർക്കിക് തിയറി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെതാണ്. കിട്ടിയോ? ഒരു നോട്ട് എഴുതി വെക്കാണ്ട് കിട്ടിയോ? ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജി നമ്മുടെ കൈകളിലേക്ക് ഒതുക്കാൻ സാധിക്കും. ഏതൊരു കാറ്റഗറി ആയിരുന്നാലും
ഈ പറഞ്ഞതുപോലെ ഒരു കോഡോ കണക്ഷനോ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കഥയോ ഒക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സൈക്കോളജിയിലെ ആ മാർക്ക് മുഴുവൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള മാർക്ക് കൂടി നമ്മൾ അന്വേഷിച്ച് നടന്നാൽ മതിയല്ലോ. ഓക്കെ, പറഞ്ഞതുപോലെ കേറ്ററ്റിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതേപോലുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് താഴെ അറിയിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.